പ്രതിഭ കുറച്ചങ്ങടി കേട്ടോ, വെള്ളം ചുറ്റും ഇവിടെ കുറച്ചങ്ങടി കയറുന്നു. Let's go.
പിടിക്കട്ടാ, അപ്പൊ അങ്ങോട്ട് കറക്കാൻ പറ്റില്ലല്ലോ. കൂടെ കൂടെ ആൾക്കാർക്ക് അവിടുന്ന് എടുക്കാനുണ്ട്. കുറച്ച് കൊടുക്കാനാണോ പറഞ്ഞ ഫോണ്? സുന്ദരനവിടെ ഫോൺ അങ്ങോട്ട് കൊടുക്കാന്ന് പറയാൻ. മൊത്തം നനയുള്ള വെച്ചിടാ. ഫോൺ ആരെങ്കിലും കൊടുക്കാൻ അങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറയാൻ. നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്തേക്ക് വാ, അപ്പുറത്തേക്ക് വാ. ഓക്കെ, ഇല്ലെന്നാ ഈ കൊട 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 ഇത് കൊട പിടിച്ചോ, കൊട പിടിച്ചോ, കൊട പിടിക്കും. ഒരു മിനിറ്റ് ഞാനുണ്ട്. അങ്ങോട്ട് ഇറങ്ങി ബാക്കിലാണ്. ആരും എടുക്കില്ല, ഞാൻ മാത്രമുള്ളൂ ചാനൽ. നിർത്തും.
കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു MLA പോലും ഇത്തരത്തിൽ ഒരു മനുഷ്യപുഷമായി പെരുമാറുന്നത് BJPയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ഒരു പ്രതിഷേധമല്ല, മറിച്ച് സമാനമായ അനാഥോളികൾക്കും ഇവർക്ക് പിന്തുണയുമായി വരുന്ന വ്യക്തികളിൽ കൂട്ടങ്ങൾക്കും എതിരെയാണ് ഞങ്ങൾ ഇന്ന് കരുതുന്നത്. ഇത്തരത്തിലുള്ളൊരു തുറന്നു പറഞ്ഞുകൊണ്ടുള്ള വോയിസ് നോട്ടുകൾ പുറത്തുവന്ന സമയത്ത് ആ ശബ്ദ സന്ദേശം എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയായി രാഹുൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും ഇത് എന്റേതല്ല അല്ലെങ്കിൽ രാഹുലിന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ ന്യായീകരിച്ച് മുന്നോട്ട് ഒരു പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു, ധാർമ്മികപരമായ ഉത്തരവാദിത്തമേറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമല്ല. യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ചപ്പ് ചവറിന് പാലക്കാട്ടുകാർ സഹിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത ചപ്പ് ചവറിന് കൊണ്ട് കൊല്ലുന്നതിനുള്ള പദ്ധതിയല്ല പാലക്കാട്ടുകാർക്ക് കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത കാര്യങ്ങളെ സഹിക്കുന്നതിനുള്ള ബാധ്യതയുണ്ടോ? പാലക്കാട്ടുകാരെ അപഹസിക്കുന്ന കേരളത്തിലെ മുഴുവൻ മലയാളികളെയും അപഹസിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം അദ്ദേഹം വഹിക്കുന്ന MLA വ്യക്തിസ്ഥാനമെല്ലാം രാജിവെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ മലയാളികളെ വിട്ടുകളക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി. പിന്നെ പുതിയ പുതിയ സംഗതികളുമായി വരുന്നത് പാർട്ടിയിൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തതിലുള്ള മനോവശമുണ്ട്. പാലക്കാട് MLA പാലക്കാടുള്ള സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശ്രീരംഗനായിട്ടുള്ള വെല്ലുവിളികളായിട്ടുള്ള MLA ഇത്തരത്തിൽ ഇവരുടെ സംഘടനകളായിട്ടും ക്ലബുകളുമായിട്ടും എല്ലാം സംരക്ഷിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാലക്കാട്ടെ BJPയുടെ കരുത്തെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഇതിൽ പിന്നെ ഇവിടെ BJPയുടെ സമരത്തെ അടിച്ചമർത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പോലീസുകാർ ഇനിയും ഇത്തരത്തിൽ വെല്ലുവിളിയുമായിട്ടുള്ള ഒരു MLAക്ക് സംരക്ഷണം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമരം ഇവിടെ അവസാനിക്കില്ല. പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ നിങ്ങളിനി 10,000 പോലീസുകാരെ കൊണ്ടുവന്നാലും 10,000 പട്ടാളക്കാരെ കൊണ്ടുവന്നാലും നിങ്ങളുടെ വ്യക്തികളെ കൂട്ടത്തെ കൊണ്ട് സംരക്ഷണം ഒരുക്കിയാലും രാഹുലിനെതിരായുള്ള പ്രതിഷേധ പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ അതിശക്തമായ രീതിയിൽ നടത്തുന്നത് മാത്രമാണ്. ഇന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഞാനും മറ്റൊരു രാഹുലാണെന്നാണ് പറഞ്ഞത്. ഒരു രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലോട്ട് പോകുന്നുണ്ട്. മറ്റൊരു കേരളത്തിലെ രാഹുൽ കേരളത്തിന് അടുത്തൊരു പട്ടായയാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ 2 രാഹുലും ചേർന്നുകൊണ്ട് പട്ടായ നയമെടുക്കാനുള്ള തീരുമാനമെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ രൂപം എന്താണെന്ന് ഒരു വിത്തുകാളയെ കൊണ്ടുവന്നു. ഇനി പുറത്തിറങ്ങാനാവാത്ത രീതിയിൽ വിത്തുകാളകൾ ഒരു ലോഡ് വിത്തുകാളകളുമായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധനായ
ശ്രീ വി. ഗോപാലകൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് 7 നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയിട്ടുള്ള പാലക്കാട് ഈസ്റ്റ് ജില്ലയിലെ പ്രസിഡന്റ് ശാന്തിന്റെ അതുപോലെ എൻ്റെ സഹപ്രവർത്തകനും ഭാരതീയ ജനതാ പാർട്ടി ചേർന്നുള്ള മുഴുവൻ സഹപ്രവർത്തകർ കോൺഗ്രസിന്റെ പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഷാഫി പറമ്പില് ബ്രോക്കർ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ വിത്തുകാളയുടെ ബ്രോക്കറായിട്ടാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾ MP ആണ്. മാന്യമായി MP സ്ഥാനം അയാൾക്ക് വടകരയിലുണ്ട്. വടകരയിലെ ആളുകളുടെ കാര്യങ്ങളാണ് അദ്ദേഹം നോക്കേണ്ടത്. അതിനു പകരം ഈ ബ്രോക്കർ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മതം പൊട്ടിയ വിത്തുകാളെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി പറയുന്നു, പാലക്കാട്ടെ അതിർത്തിയിൽ വെച്ച് ഈ വിത്തുകാളയെ ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിർത്തി കിടക്കില്ല. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം കോൺഗ്രസ് ഓഫീസാണ്. കാരണം നമ്മുടെ VD സതീശൻ പറഞ്ഞു, വിത്തുകാളയെ ഞങ്ങൾ BJP ഓഫീസിലേക്ക് തിരിച്ചുകൊണ്ട് കെട്ടാൻ പോവാം. ഞങ്ങളൊരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോവാം. പക്ഷെ ബോംബ് എന്ന് പറഞ്ഞിട്ട് അതൊരു പറക്കുമായില്ല, അതൊരു പൊട്ടാസ് പോലും ആയില്ല. ഇപ്പോൾ വിത്തുകാളം വെക്കുന്നത് ഇന്ദിരാഭവനിലാണ്. വാസ്തവത്തിൽ വിത്തുകാളയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒന്നാന്തരം സ്ഥലമാണ് ഇന്ദിരാഭവൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ വിത്തുകാളയ്ക്ക് പറ്റിയ തൊഴുത്ത് ഇന്ദിരാഭവനിലുണ്ട്. കാരണം ആ ഇന്ദിരാഭവനിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ കുറെ മുതുകാളകളുണ്ട്. ആ മുതുകാളകളുടെ കൂടെ ഒരു യുവകാളയും വരെ മുന്നോട്ടെ. മുതുകാളകളുടെ സ്വഭാവം ഇന്ദിരാഭവനിൽ അടിച്ചു കളിക്കാൻ വന്ന സ്ത്രീക്ക് സമയം കിട്ടിയിട്ടില്ലാത്ത അതായിരുന്നു മുതുകാള. ആ മുതുകാളകളുള്ള സമയം അവിടെ കുറച്ചും കൂടെ നിന്നാൽ പരിശീലനം കിട്ടും. ഈ യുവകാളയ്ക്ക് കുറച്ച് പരിശീലനം ആവശ്യമുണ്ട്. അതുകൊണ്ട് VD സതീശൻ ഈ യുവകാളയെ ഇന്ദിരാഭവനിലെ തൊട്ടിത്തന്നെ കെട്ടുന്നതാണ് നല്ലത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്ഷകനായിട്ടാണ്. വാസ്തവത്തിൽ ഇയാൾ രക്ഷകനാണോ അതോ ഇയാളാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥകളൊക്കെ വെളിയിൽ വിട്ടത് എന്ന സംശയം പല ആളുകൾക്കും ഇപ്പോഴുണ്ട് എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക. കാരണം ഇയാള് ഈ സ്റ്റാഫികളുടെ മുഖമണിഞ്ഞ ഒരു മനുഷ്യനാണ്. ഈ നമ്മുടെ ഷാഫി പറമ്പില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വേണുഗോപാലിന്റെയോ VD സതീശന്റെയോ ഒക്കെ സ്വഭാവമല്ല. നിങ്ങൾ കണ്ടില്ല, തിരുവനന്തപുരത്ത് ഒരു കണ്ണം കൊടുത്ത് പങ്കെടുത്തു. ആ പന്തം 1921 പന്തമായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം സ്വയം നോക്കോളൂ. ഞാൻ പറയാൻ വന്നത് MP ആയിപ്പോയി, വടകരയിലാണ്. ഇനി എന്തായാലും പാലക്കാട്ടേക്ക് തിരിച്ചു വരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിലുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. ഇതൊക്കെ ഈ ചങ്ങാതിയുടെ മനസ്സിലുണ്ട്. ഈ ചങ്ങാതിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടുത്തെ ഭീകരവാദികളായിട്ടുള്ളവരുണ്ട്. അവരുടെ എല്ലാം തലച്ചോറിനുള്ളിലെ പുതിയ രസതന്ത്രത്തിന്റെ ഭാഗമാണോ? വളരെ പെട്ടെന്ന് ഇതൊക്കെ ഈ ഒമാരൊക്കെ വിറ്റുകളാണ്. ഈ ഷാഫി പറമ്പിലെ കാളയല്ലാതെ നോക്കണ്ട. കാളയാണെന്ന് തപ്പി നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വഴിയിൽ വരും.
സ്വഭാവം അതാണ്, ഇവന്റെയൊക്കെ സ്വഭാവം അതാണെന്ന്. അപ്പൊ നാട്ടിലെ ജനങ്ങൾക്കതറിയാം. അതുകൊണ്ട് ഈ ഷാഫി പറമ്പില് രംഗത്ത് വന്നിരിക്കുന്ന ഇത്തരം ഷാഫി പറമ്പിൽ വിചാരിച്ചു എന്നെ പോലെ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ കഥകൾ വെളിയിൽ വന്നപ്പോ ഈ പാലപ്പടക്കന്മാര് വരിക, പാലപ്പടക്കന്മാര് വരികയാണെന്നത് സാധാരണ നമ്മള് ഇവിടെ പെൺകുട്ടികൾ നിൽക്കുന്നത് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും സിനിമയിൽ പറയാറുണ്ട്, സിനിമക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ സെക്സ് ബോംബ് എന്നൊക്കെ പറയാറുണ്ട്. ഇയാളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ അത് മാറി, സെക്സ് ബോംബ് മാറി, സെക്സ് ബോംബനാണ്. സെക്സ് ബോംബൻ ആരാ? മലയാളത്തിലെ സെക്സ് ബോംബൻ. മാനപ്പടക്കന്മാര് വരുന്നത് ഇയാള് രണ്ടുപേരൊക്കെ നമുക്ക് സഹിക്കാം, പോട്ടെ. ഇതിങ്ങനെ വരികയല്ലേ, പുതിയത് വരികയാണ്. നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം. ഞാനും ഇയാളും നമ്മൾ ഒന്നിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കുറെ ആളുകൾ വിളിക്കും, ചർച്ച നന്നായി, ചർച്ച മോശമായി, അത് പറയാമായിരുന്നു, ഇത് പറയും, ഇങ്ങനെ വിളിക്കും. അതിനാണെങ്കിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. ഞാനിത് ആരാന്നറിയാൻ വേണ്ടി അവരെ സംസാരിച്ചു. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞാണ്, സാറിനെ കൂടുതൽ സംസാരിച്ച ആളുടെ സ്വഭാവം അറിയോ? ഞാൻ പറഞ്ഞു ആരാ, എനിക്ക് ആ സ്വഭാവം അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ആരാ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ. ഞാൻ പറഞ്ഞു അങ്ങനെ വ്യക്തിപരമായ ബന്ധമില്ല. എന്നാല് സാറിനൊന്നും സംസാരിക്കാൻ പറ്റിയ ആളല്ല അയാൾ. അയാളൊക്കെ ഉണ്ടെങ്കിൽ സാറിന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഒരു വേറെ വല്ല അങ്ങനെ പറയണേ. പൊന്നു സാറ്, അയാളുടെ കൂടെ KSU പ്രവർത്തകയായിരുന്നു ഞാൻ. അയാളുടെ കൂടെ കോളേജിൽ പഠിച്ച KSU പ്രവർത്തകയാണ് ഞാൻ. എന്റെ അനുഭവം എനിക്കറിയാലോ. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുങ്ങളെയും കിടത്തി ഉറക്കാത്ത സ്വഭാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്നാണ് അന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടല്ലോ, മാധ്യമ കേന്ദ്രങ്ങളിലെ പല ആളുകൾക്കും ഈ കഥയൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പേറ്റന്റ് കിട്ടി. കാരണം ഇയാളുടെ സ്വഭാവം ഇതാന്ന് പറഞ്ഞപ്പോൾ ഒരാവശ്യമില്ലാതെ കൊടുത്ത കൊല്ലത്തെ കിട്ടുന്നവർ ഞാനുണ്ടായില്ല. എന്റെ ബക്കറ്റ് കയറിയപ്പോൾ എന്താ കിടക്കട്ടെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് എന്താ പേര് കൃത്യമായ രീതിയിൽ നമ്മുടെ ഇവിടുത്തെ മഹിളാമൂർത്തി കോഴിയുടെ വിട്ടുകൊണ്ട് പോയത് എല്ലാവർക്കും അറിയാലോ. അവരുടെ സ്വഭാവം കൃത്യമായി മനസ്സിലായി. പക്ഷെ ഒരു കോഴിയല്ല, ഒരു 10 കോഴിയുടെ ആരോഗ്യവും സ്വഭാവവുമാണ് ഈ ചങ്ങാതിക്ക് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഒരു കോഴി വിളിച്ചാൽ പറ്റില്ല. എന്തൊരു കഷ്ടമാണ്. ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എനിക്കതിൽ ഏറ്റവും സങ്കടകരവും എന്നാൽ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു മുദ്രാവാക്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഈ കേരളത്തിലെ MLA ആയിട്ടുള്ള ഉമാ തോമസാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉമാ തോമസിന്റെ സ്റ്റേറ്റ്മെന്റിനെ സ്വാഗതം ചെയ്യുകയാണ്. BJP ഉമാ തോമസിന്റെ സ്റ്റേറ്റ്മെന്റിനെ സ്വാഗതം ചെയ്യുന്നു. എന്താ ഉമാ തോമസ് പറഞ്ഞത്? എനിക്കുമുണ്ട് കുഞ്ഞുങ്ങൾ, എന്റെ മകൾക്ക് മകളുണ്ട്, അവരൊക്കെ പോകേണ്ടത് KSUവിലേക്ക്. അങ്ങനെ KSUവിലേക്ക് പോകുമ്പോ ഈ തെമ്മാടി, ഈ KSUവില് ഇത്തരത്തിലുള്ള തെമ്മാടികളുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വിടും എന്റെ കൊച്ചിനെ KSUവിലേക്ക്? പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ആളുകൾ ചിന്തിക്കുന്നതാണ് യുവാക്കൾക്കും യുവതികൾക്കും ഇന്ന് വാസ്തവത്തിൽ അപമാനമാണ് ഈ രാഹുൽ എന്ന് പറയുന്ന പേര്. അതിന് ഇവിടെ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ അപമാനം. അതാണ് വിഷയം. ഞാൻ ചോദിക്കാം, കോൺഗ്രസിന്റെ സ്നേഹക്കട, ആ കോൺഗ്രസിന്റെ സ്നേഹക്കടയിലെ ഏർപ്പാടാണ് ഈ കണ്ടത്. അവിടെ ചങ്ങായി ബീഹാറിൽ ഓടി നടക്കുന്നുണ്ട് സ്നേഹക്കടയായിട്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. രാഹുലും പ്രശാന്ത് പറഞ്ഞിട്ടു, 2 രാഹുലും ഒരുമിച്ചിരുന്ന് ഈ രാഹുലിന്റെ സ്വഭാവം തന്നെ ഈ രാഹുൽ. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇയാൾക്ക് ദക്ഷിണ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഷാഫി പറമ്പിലിനോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതോ ഷാഫി പറമ്പില് നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിക്കുക. നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിച്ചിട്ട് BJP പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, കോൺഗ്രസിന് ധൈര്യം ഉണ്ടെങ്കിൽ, ഷാഫി പറമ്പിലിന് ധൈര്യം ഉണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് BJP ധൈര്യമുണ്ടോ? അതാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. പാലക്കാട്ടെ മാനസപുത്രൻ എന്നല്ലേ പറയുന്നേ. പാലക്കാട്ടെ മാനസപുത്രനോട് ഞങ്ങൾ പറയാ, ഷാഫി പറമ്പലിന് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാം. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കാൻ പറ്റും നോക്ക്. നിങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പടക്കവും പുതിയ ബോംബായിട്ട് വരിക. ഇതൊക്കെ BJPയിലും ഉണ്ട്. BJPയിൽ ഈ വക വേഷം കെട്ടി കാണിക്കുന്നവരൊന്നുമില്ല. സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുക.
എന്റെ വീടിനോടുള്ള ഒരു വഴക്കുണ്ട്. ആ വഴക്കില് ഒരു സ്ത്രീ പറയാണ്, ഞാൻ ഗോപാലകൃഷ്ണൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ കേസുണ്ടാവും. അപ്പൊ ഞാൻ തെളിവ് കൊടുക്കും, ഞാൻ പാലക്കാട് പ്രസംഗിക്കുക. അങ്ങനെ കോടതിയിൽ കൊടുത്തു. വേറെ എവിടെയല്ല കൊടുത്തത്, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അത് കൊടുത്തത് കോടതിയിൽ മൊഴി പറഞ്ഞു. ഈ സ്ത്രീ പോയി മൊഴി പറഞ്ഞില്ലേ? ഈ സ്ത്രീ മൊഴി പറഞ്ഞു. കോടതിക്ക് ബോധ്യമായി കളവാണെന്ന്. കോടതി തള്ളിയ ആ കേസ് പൊക്കിപ്പിടിച്ച് വേറൊരു കോഴി വന്നിരിക്കുക. അപ്പൊ കുളക്കോഴിയാണോ പടക്കോഴിയാണോ അത് ഇത് രണ്ടുമല്ലാത്ത സങ്കരക്കോഴിയാണോ? കാരണം ഇവർ ഈ സങ്കരമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഇത് നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. ഈ സങ്കരവർഗം നമ്മുടെ കൂടെ ആയിരുന്നു. ഒന്നുകിൽ ആണാവണോ അല്ലെ സ്ത്രീയാവണം. ഈ സങ്കരവർഗ കോഴികളുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ നോക്കിയപ്പോ ഇവനാള് ഒരു സങ്കരവർഗ പരിപാടി. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ നല്ല അകറ്റി നിർത്തിയപ്പോ അവൻ അവസാനം അകറ്റി നിർത്തി. ഒരു കസേര പോലും കൊടുക്കാതെ വെളിയിലേക്ക് ഇറക്കി നിർത്തി. ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാണ്? ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ദേശീയമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനം കേരളത്തിലോ ഏതെങ്കിലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെതിരെ ഒരു ക്രിമിനൽ കേസുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഒരു ക്രിമിനൽ കേസ് ഉള്ളതായി വെച്ചിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ സിവിൽ കേസുണ്ട്, അത് വേറെ വിഷയം. അപ്പം BJP ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ ഈ സങ്കരവർഗത്തെ ഞങ്ങൾ നല്ല അങ്ങനെ വിട്ടു. അപ്പൊ അവന് മനസ്സിലായി കൃത്യമായ തൊഴുത്ത് എവിടെയാണെന്ന് മനസ്സിലായപ്പോ ആ തൊഴുത്തിലേക്ക് ഓടിക്കേറി. ഇപ്പൊ ആ തൊഴുത്ത് തന്നെയാണ്. അയാൾക്ക് ആ തൊഴുത്താണ് ബെസ്റ്റ്. അയാളാണ് ഓരോന്നും കൊണ്ട് വരുന്നത്. നിങ്ങൾക്കറിയോ ഇവന്റെ ഒക്കെ സ്വഭാവം? ഞാൻ എന്റെ നാട്ടിലാണ് വരുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീടുണ്ട്. ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ, എന്റെ മടിയിൽ കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കാലങ്ങളായിട്ട് ഇവരൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് ആ വീടുമായി ബന്ധമുള്ള ആളാണ്. എന്റെ സഹപ്രവർത്തകന്റെ കുടുംബമാണ്. ഞാനുമായി ഒന്നിച്ച് പ്രവർത്തിച്ചവന്റെ കുടുംബമാണ്. രാത്രി 11 മണിക്ക് 12 മണിക്കും ആ വീട്ടിൽ കയറി ഇറങ്ങി അവസാനം ആ വീട്ടില് നിങ്ങൾക്കറിയോ ആ വീട് ഇല്ലാതായി, ഡൈവോഴ്സായി. ആ വീട്ടിലെ ഡൈവോഴ്സായി. ആ കുഞ്ഞുങ്ങൾ അനാഥമാണ്. ഒരു ഡൈവോഴ്സൊക്കെ നമുക്ക് ക്ഷണിക്കാം. കേരളത്തിൽ ഏതാണ്ട് 8 പേരോളം ഡൈവോഴ്സിന്റെ വക്കീലാണ് നിൽക്കുന്നത്. ഈ സങ്കരവർഗം കാരണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അയാളാണ് പൊക്കിപ്പിടിച്ചു വരുന്നത്. അടുത്ത മാലപ്പുറത്തോ ഓലപ്പുറത്തോ ഒക്കെ ആയിട്ട് എങ്ങനെങ്കിലും എന്നെ ഒന്ന് തല്ലുവോ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തല്ലിക്കും. ഇന്നൊന്നും തല്ലു എന്നെ. ആർസദിനെ തെറി പറയാ, കൃഷ്ണകുമാരനെ തെറി പറയാ, ഗോപാലകൃഷ്ണനെ തെറി പറയാ, അജി ചന്ദ്രശേഖരനെ തെറി പറയാ, എല്ലാവരെയും തെറി പറയാ. ഇതിനറിയോ ഒന്ന് തല്ലണം. BJPക്കാർ RSSകാരൊന്ന് തല്ലിയാൽ രക്തസാക്ഷിയായിട്ട് സുഡാപ്പികളുടെ വോട്ട് മേടിക്കാന്ന് വെച്ചിട്ട് അയാളെ ഇവനെ തല്ലുന്നതിനൊക്കെ നല്ലത് റോട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പല്ലിയോ പൂച്ചയോ തല്ലുന്നതാണ് നല്ലത്. ആർക്ക് താല്പര്യം ഇവരെയൊക്കെ തല്ലാൻ? ഇവരൊന്നും ഞങ്ങൾ മൈൻഡേയില്ല, ഇവരൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പലിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ പാലക്കാട് നിങ്ങൾ രാഹുലിനെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തി ആ ഉപതെരഞ്ഞെടുപ്പിൽ ധൈര്യമുണ്ടെങ്കിൽ ജയിക്ക്. നിങ്ങൾ കാണട്ടെ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഞാൻ ദീർഘിപ്പിക്കുന്നത് നല്ല മഴയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ വിത്തുകാളെ ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ട. ഇവിടെ കോൺഗ്രസിന് വേണ്ട. അതിനെ നമുക്ക് കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇയാൾ പാർട്ടി അല്ല എന്ന് പറഞ്ഞത്, ഇയാൾ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞത്, ഇയാൾക്ക് പാർട്ടി വേണ്ടെന്ന് പറഞ്ഞത്, ഇയാളെ പാർട്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത വിത്തുകാളെ ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണോ? അപ്പോ അതിശക്തമായി തന്നെ തയ്യാറായിക്കോളുക. ചാണകം എടുക്കുക, ചൂല് തയ്യാറാക്കി വെക്കുക. വിത്തുകാള ഈ വഴിക്കെങ്ങാനും വന്നാൽ അവനെ കുറ്റിച്ചൂല് കൊണ്ടടിക്കാൻ ഷാഫിയെ നിനക്കും വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല ചൂല് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. സുഡാപ്പികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാൽ ഞങ്ങൾ വയ്ക്കില്ല. പാലക്കാട്ടെ ചെറുപ്പക്കാരായ പാലക്കാട്ടെ ചുറുചുറുക്കുള്ള ദേശസ്നേഹികൾ മറക്കില്ല, പൊറുക്കില്ല ഒന്നും എന്നുള്ള കാര്യം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഷാഫി ബ്രോക്കർ പണിയെടുക്കണ്ട.
ഇപ്പൊ ഷാഫി MP അല്ല, ഇപ്പൊ ഷാഫി ബ്രോക്കറാണ്. ഇപ്പൊ MP പണിയല്ല, ഇപ്പൊ ബ്രോക്കർ പണിയാണ്. അതും ഒരു കൊള്ളാവുന്ന വിഷയത്തിലായിരുന്നു ബ്രോക്കറെങ്കിൽ നമുക്ക് സഹായിക്കാം. ഈ പെണ്ണു വിഷയത്തിൽ ബ്രോക്കറൊക്കെ നാളെക്കേടാണ് ഷാഫി. അതൊക്കെ നിർത്തി വടകര പോയി വല്ല നാട്ടുകാർക്ക് ചെയ്യാമോ? ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ വാർത്ത ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. IIT ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഒരു വലിയ സംരംഭത്തിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. പക്ഷെ ഇവിടുത്തെ MLA സൈൻ ചെയ്ത് ഇവിടുത്തെ MLAയുമായി ബന്ധപ്പെട്ടവർ ഈ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സ്ഥലമെടുപ്പിക്കണം. അതിനെങ്ങനെയാണ് MLAക്ക് നേരം വേണ്ടേ? MLA ഗർഭചിത്രത്തിന് ഫീസ് എവറക്ഷത്തിന് അന്വേഷിച്ച് ഓടി നടക്കല്ലേ? ഫോൺ താഴെ വെക്കാൻ നേരമില്ല. ഇതൊക്കെ ഈ ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും ഫോണാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കാം. മറ്റേതാ പരിപാടി നമുക്കറിയോ? നമുക്ക് ഈ പരിപാടിയില്ല. കോൺഗ്രസുകാർക്ക് എന്താ ഒട്ടും പറഞ്ഞു കേട്ടു. ഇവിടുത്തെ ഈ ശങ്കരവർഗം പറഞ്ഞു കേട്ടു. BJPയിലെ ആൾക്കാർക്ക് പലതുണ്ട്. ഞാൻ നേടോ അഭിമാനത്തോടെ പറയുകയാണ്. BJPയിലെ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. RSS BJPയുമായിട്ട്. അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. വെല്ലുവിളിക്ക് ഞങ്ങളൊക്കെ അന്തസ്സായ കുടുംബമായി ജീവിക്കുന്നവരാണോ? നിന്നെ പോലത്തെ ശങ്കരവർഗമല്ലോ? ഏതെങ്കിലും ഒരു പെറ്റിക്കേസ് ഞങ്ങൾക്കെതിരെ കൊണ്ടുപോകാൻ ധൈര്യമുണ്ട്, കൊണ്ടുപോകാം. BJPയുടെ നേതാക്കന്മാര് സുതാര്യമായി ജീവിക്കുന്നവരാ, ഒന്നാം തരം കുടുംബമായിട്ട്. അതിനാണ് ഇവരുമായൊന്നുമല്ല. അപ്പോ ഈ വക വേഷങ്ങൾക്കൊന്നും BJPയോട് വേണ്ട. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്. BJP പറയുന്ന കാര്യം തന്നെ അതാണ്. അതുകൊണ്ട് MLA പദം രാജിവെക്കണം. നമ്മൾ അച്യുതാനന്ദൻ പറഞ്ഞമാതിരി പറയാം, MLA പദം രാജിവെക്കണം. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഉണ്ടോ? കുറ്റിച്ചൂലിനെ പാലക്കാടിന് വേണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഴയത്തും ഈ വിത്തുകാലക്കെതിരെ പോരാടാൻ രംഗത്ത് വന്ന അഭിമാനികളായ പാലക്കാട്ട് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് പൈതൃകമുണ്ട്. ആ പൈതൃകം സാംസ്കാരിക പൈതൃക, വിത്തുകാലയുടെ പൈതൃകമല്ല. അതുകൊണ്ട് ഈ സാംസ്കാരിക പൈതൃക ഭൂമിയായിട്ടുള്ള ഈ പാലക്കാട് വിത്തുകാളയുടെ അതിപ്രസരം ഇനിയും വേണ്ട എന്ന് പറയാൻ, വിത്തുകാള രാജിവെക്കണമെന്ന് പറയാൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് പറയാൻ BJP ആവശ്യപ്പെടുകയാണ്. അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരിക്കൽ കൂടെ നമ്മളോട് ചോദിക്കുന്നു, വിത്തുകാളയെ പാലക്കാടിന് ആവശ്യമുണ്ടോ? ഭാരത് മാതാ കി ജയ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങോട്ട് Jai